അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇതിനെ സംബന്ധിച്ചുള്ള ഏതു ഘട്ടത്തിലും ഇത്തരം രാഷ്ട്രീയമായ പിന്തുണ ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമി വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏതു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ പിണറായി വിജയൻ പിന്തുണയ്ക്കുന്നതാണ് കേട്ടത്. പിണറായി വിജയനെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നതല്ല നമ്മളിപ്പോൾ കേട്ടത്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് എ.കെ. ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അടിപൊളി. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, എ.കെ. ബാലനെ കൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, എ.കെ. ബാലനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണെന്ന്. അപ്പൊ എ.കെ. ബാലനെ കൊണ്ട് ഇന്നലെ പറയിപ്പിച്ചത് ആരാണെന്ന് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ലക്ഷ്യമിടുന്നത്, LDF ലക്ഷ്യമിടുന്നത് 110 സീറ്റുകളിലൂടെയുള്ള വലിയ വിജയം എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. ആ വിജയത്തിലേക്കുള്ള ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്? സർക്കാരിന്റെ വികസന നേട്ടമാണെങ്കിൽ ഇപ്പോൾ ഈ എ.കെ. ബാലനെ പോലുള്ളവർ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വിഷയങ്ങൾ എടുത്തിടുകയും മാറാട് കലാപം ഓർമ്മിപ്പിക്കുകയും മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? അത് ഉത്തരം പറ. അങ്ങ് വാർത്താ അവതരണം നടത്തിക്കൊണ്ട് പറഞ്ഞ പല വാചകങ്ങളോടും കണക്കറ്റ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതായത് അപരമത വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് അങ്ങ് പരോക്ഷമായി പറയാൻ ശ്രമിച്ചു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ പറയാൻ ശ്രമിച്ചത് അങ്ങേക്ക് ബഹുമാനിയനായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി സഖാവ് എ.കെ. ബാലൻ ഇവരൊക്കെ നടത്തിയ പ്രസ്താവനകളോടുള്ള അങ്ങയുടെ പ്രതികരണമായിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സവിശേഷകരമായ മതവിശ്വാസത്തെ അല്ല വിമർശിക്കുന്നത്. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. മതഭ്രാന്തിനെ വിമർശിക്കുമ്പോൾ പല മതഭ്രാന്തന്മാരും ഉയർത്തിക്കാട്ടാറുള്ളത് വിമർശനം ഉന്നയിക്കപ്പെടുന്നത് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭ്രാന്തമായ ആശയത്തിനാണെങ്കിലും തങ്ങളുടെ മതത്തെ വിമർശിക്കുന്നു എന്ന പച്ചക്കള്ളമാണ് പല വർഗീയവാദികളും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ ആവട്ടെ, RSSനെ ആവട്ടെ, കാസയെ ആവട്ടെ, നമ്മുടെ നാട്ടിൽ മതത്തെ ഉപയോഗിച്ച് വർഗീയതയും മതഭ്രാന്തും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചെറുതും വലുതുമായ സംഘങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ച പേരുകൾ ഓരോന്നും. അവരെ വിമർശിക്കുമ്പോൾ വർഗീയതയാണ്, മതഭ്രാന്തിനെയാണ് വിമർശിക്കുന്നത്. ഇതൊക്കെ നീ എന്തിനാണ് ഇവിടെ പറയുന്നേ? സാറേ, എനിക്ക് തലവേദന എടുക്കുന്നു. ആ മതഭ്രാന്തിനെ വിമർശിക്കുന്ന ഘട്ടത്തിൽ അത് മതത്തെയാണ് എന്ന നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ വർഗീയ ഭ്രാന്തന്മാരാണ്. ആ പ്രചരണത്തിന്റെ പ്രചാരകരായി മതനിരപേക്ഷവാദിയായി ഒരു മലയാളിയും ഒരു മനുഷ്യനും മാറാൻ പാടില്ല എന്നുള്ളതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിന്റെ മതനിരപേക്ഷമായ ചട്ടക്കൂട് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ സാന്ദ്രതകളിലെ ഒന്നാണ്. അതിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഘങ്ങളാണ് ഇപ്പൊ വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ സംഘടനകൾ ഓരോന്നും. പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ. ഇന്ന് ബഹുമാനിയനായ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് കനകൂലുമാരൊന്നുമില്ല, ഞങ്ങളുടെ കനകൂലു ജനങ്ങളാണ്. അതായത് കഴിഞ്ഞ 9.5 ആണ്ടോളം കാലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം അത് വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളെ നയിക്കുന്നത്. 10 വർഷങ്ങൾക്ക് പുറകിൽ 2016 പുറകിൽ UDFന്റെ ഏറ്റവും ഒടുവിലത്തെ മന്ത്രിസഭാ കാലയളവിലെ കേരളം എന്ത് 2026 നിയമസഭയിലേക്ക് നടന്നു നീങ്ങുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ കേരളം പർവ്വത സമാനമായ എത്രയെത്ര മേഖലകളുടെ നേട്ടങ്ങൾ, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്, അത്ഭുതാവഹമായ മുന്നേറ്റങ്ങൾ ഈ ട്രാക്ക് റെക്കോർഡിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞങ്ങൾ മിഷൻ 110 എന്ന സ്വപ്നതുല്യമായ പ്രഖ്യാപനത്തിലേക്ക്. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തരം ഭരിക്കുക, മാറാട് കലാപം പോലുള്ളവ ആവർത്തിക്കപ്പെടും. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ? അതെന്തോന്ന് സാധനം? താങ്കളുടെ വാക്കുകളിൽ പറഞ്ഞാൽ മതവിദ്വേഷം പുലർത്തുന്ന, അപരമതദ്വേഷം പുലർത്തുന്ന സംഘടനയല്ല വിമർശിച്ചത്. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക, മാറാട് കലാപം പോലുള്ളവ ഉണ്ടാകും എന്നുള്ള എ.കെ. ബാലന്റെ നിലപാട് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണ് എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്? ബഹുമാന്യനായ എ.കെ. ബാലന്റെ പ്രസ്താവനയുടെ ചരിത്ര യാഥാർത്ഥ്യം എന്താണ്? നമ്മളുടെ കേരളത്തിൽ അപൂർവമെങ്കിലും ഇത്തരം വർഗീയ കലാപങ്ങളുടെ ശ്രമങ്ങൾ, കലാപങ്ങൾ
1, 2, 3 തവണ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഏതു സമയത്തും കേരളത്തിന്റെ ചരിത്രത്തിൽ അപൂർവങ്ങളും അത്യപൂർവമായി ഉണ്ടായിട്ടുള്ള ഏത് വർഗീയ കലാപത്തിന്റെ ഈ നാൾ വഴി നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അവിടെ ആ വർഗീയ ശക്തികൾക്ക് മുമ്പിൽ മുട്ടിലിടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ശിരസ് കുനിച്ച് നട്ടല് വളച്ചു നിന്നിരുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഗവൺമെന്റുകളുടെ കാലയളവിലായിരുന്നു കേരളത്തിൽ എപ്പോഴും വർഗീയ കലാപം ഉണ്ടായിട്ടുള്ളത്. അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ ഈ പറഞ്ഞൊക്കെ സത്യമാ മാസ്റ്ററെ. കേട്ടല്ലോ. പക്ഷേ ആർക്കൈവുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന മറ്റൊന്നുകൂടി ഉണ്ട് ശ്രീ ജേക്ക്. അവിടെയാണ് പ്രശ്നം. താങ്കളും മുഖ്യമന്ത്രിയും ഒക്കെ സൂചിപ്പിക്കുന്ന മാറാട് കലാപവും ജമാഅത്തെ ഇസ്ലാമിയും 1ഉം 2ഉം മാറാട് കലാപങ്ങൾ നടക്കുമ്പോൾ CPM-ന് പിന്തുണ നൽകിയിരുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതും ആർക്കൈവുകൾ പറയുന്നുണ്ട്. അത് പിന്നെ ഈ വിഷയത്തിൽ നമ്മൾ ദീർഘകാലയളവ് ഇതിനെ സംബന്ധിച്ച് സംവദിച്ചിട്ടുള്ളതാണ്. ചൂടേറി എത്രയോ തവണ ചർച്ചകൾക്ക് നമ്മൾ തയ്യാറായിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും അതിന്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. നിങ്ങളിപ്പോ ഞാനൊരു വാദത്തിന് വേണ്ടി അങ്ങയുടെ പ്രതികരണത്തെ സ്വീകരിക്കാം. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറായതിനെ സംബന്ധിച്ച് സാധാരണ ഇത്തരം ചർച്ചകളിൽ UDF-ന്റെ പ്രതിനിധികൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇത്യാദി കാര്യങ്ങളാണ്. എന്നിട്ട് ഏതു സമയത്തും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കൊള്ളൂ, ജമാഅത്തെ ഇസ്ലാമി ലക്ഷണമൊത്ത മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന നിലപാടിൽ നിന്ന് CPIM, ഇടതുപക്ഷം പൊതുവിൽ CPIM വിശേഷിച്ച് ഒരു ഘട്ടത്തിൽ പോലും പിന്നോക്കം പോയിരുന്നില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ധാരണയെ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അവരുടെ നിർദ്ദേശത്തെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെയും അതേ എഡിറ്റോറിയലിന്റെ ആമുഖവാചകങ്ങൾ എന്ന് പറയുന്നത് ഈ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘമാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ്. മനോഹരം, ഗംഭീരം. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ പിന്നോക്കം പോയിട്ടില്ല. അതാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ സമീപനം. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. 2006 തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിക്കൊണ്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞ വാക്ക്, മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ, PDP-യെ പോലുള്ള ചിലർ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. എന്താ ഉറക്കം വരുന്നു. ജമാഅത്തെ ഇസ്ലാമി വർഗീയ നിലപാടുള്ള പ്രസ്ഥാനമാണ് എന്നാണ് എക്കാലവും നിങ്ങളുടെ നിലപാട് എന്നുള്ളത് തെറ്റാണ്. പിണറായി വിജയന്റെ നിലപാട് പോലും അതുമായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി പോലും കൈവിടുക എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ ഉറ്റ സുഹൃത്തായിരിക്കുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനകളാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാൽ മതി. അവർക്ക് ദേശീയ സാർവദേശീയ നിലപാടുകൾ അടക്കമുണ്ട്. അങ്ങനെ ഇല്ലാതെയുള്ളൊരു കൂട്ടരായിട്ട് അവരെ വളരെ ചുരുക്കി കാണരുത്. ചുരുക്കി കണ്ടോ എന്നുള്ളൊരു സംശയം, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇവിടെ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഏത് നേതാവുണ്ട് മുതലാളി? ദേശീയ ചരിത്രം പറയുന്ന പോലെ അല്ലേ? അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇതിനെ സംബന്ധിച്ചുള്ള ഏതു ഘട്ടത്തിലും ഇത്തരം രാഷ്ട്രീയമായ പിന്തുണ ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമി വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏതു ഘട്ടത്തിലും ഇത് ജമാഅത്തെ ഇസ്ലാമിയെ പിണറായി വിജയൻ പിന്തുണയ്ക്കുന്നതാണ് കേട്ടത്. പിണറായി വിജയനെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നതല്ല നമ്മളിപ്പോൾ കേട്ടത്. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ജേക്ക് തോമസ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ലോകങ്ങളെ കുറിച്ച്, രാജ്യത്തിന്റെ പരക്കാലം നടക്കുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ച് ജയിക്ക് പഠിച്ച്. ജയിക്കേ, നിങ്ങളുടെ പാർട്ടി ഇവിടെ ഭരിക്കുന്നില്ലേ? 10 കൊല്ലമായി ഭരിച്ചില്ലേ? 1 ലിറ്റർ പാലിനെന്താ വില അറിയോ? അതൊക്കെ എനിക്കറിയാം, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. സാധാരണക്കാരന്റെ 4 അരി മേടിക്കാൻ എത്ര രൂപ കിട്ടുന്ന അറിയോ? ഒരു നേരത്തെ പണിക്ക് പോയാൽ എത്ര കിലോ അരി മേടിക്കാൻ സാധിക്കുമെന്ന് ജയിക്കാൻ അറിയാൻ പറ്റുമോ? അതൊന്നും എനിക്കറിയാൻ മേല. കാലത്ത് ഓടിച്ചിട്ട് കൊല്ലുക, തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, ബോംബെറിഞ്ഞു കൊല്ലുക, അങ്ങനെ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയിട്ട് അവിടെ വെട്ടിക്കൊല്ലുക, അവിടെ കല്ലെടുത്ത് എറിയുക. ഇതല്ലേ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? നിങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ പ്രാപ്തിയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പോഷക അഭിയാന്റെ രീതിയിലല്ലേ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടല്ലേ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ സാധിച്ചേ? PSC മെമ്പർമാർക്ക് കാശ് കൂട്ടി കൊടുത്ത നിങ്ങൾക്ക് നിങ്ങളുടെ വനം വകുപ്പല്ലേ യഥാർത്ഥ PSC? നിങ്ങളുടെ വന്യമൃഗങ്ങളല്ലേ യഥാർത്ഥ PSC? നിങ്ങൾ ഭരിക്കുമ്പോൾ കാട്ടുപോത്ത്, ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ, ഇവരൊക്കെയല്ലേ ഇവിടുത്തെ വരിക. അവർ വരിക, കൊല്ലുക, എന്നിട്ട് ഇവര് പോയിട്ട് 10 ലക്ഷം റുപ്യ കൊടുക്കുക, ജോലി കൊടുക്കുക. അവരല്ലേ ജോലി കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ.